ഡോക്ടർ ഡോക്ടർ എം എൻ കാരശ്ശേരി, അങ്ങൊരു അധ്യാപകൻ കൂടിയാണല്ലോ. വിദ്യാർത്ഥികൾ പല രൂപത്തിലാണ്. ചിലർ നന്നായി സമ്മതിക്കും, ചിലർ മിണ്ടാതിരിക്കും. ഈ കുട്ടി പൊതുവെ ആരോടും അധികം സംസാരിക്കാത്ത കുട്ടിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അച്ഛനും അമ്മയും പിരിഞ്ഞതാണ്. അതിനുശേഷം അമ്മ മറ്റൊരു വിവാഹം കഴിച്ചു, വിദേശത്താണ് ജോലി ചെയ്യുന്നത്. രണ്ടാമത്തെ വിവാഹത്തിന് ശേഷം അമ്മയ്ക്ക് തന്നോട് അടുപ്പമില്ല എന്ന് കുട്ടിക്ക് തോന്നുകയാണ്. പല തവണയായി പല ബന്ധുവീടുകളിലായി കഴിയേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു അഭയസ്ഥാനം തേടി കുട്ടി അലയുകയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. ഒരു ഘട്ടത്തിൽ ഷെൽട്ടർ ഹോമിലാക്കിയിരുന്നു, അവിടെ നിന്നും ഓടിപ്പോയി എന്ന് പറയുന്നു. ഇപ്പോൾ ഈ മുത്തശ്ശനുമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ സ്കൂളിൽ ചില അധ്യാപകരോട് സൂചിപ്പിച്ചിരുന്നു എന്നുള്ള കഥകളും കേൾക്കുന്നുണ്ട്. പക്ഷേ അത് പരാതിയായി കൊടുക്കാൻ തയ്യാറായില്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ഒരു പരാതി കൊടുത്താൽ ഷെൽട്ടർ ഹോമിലാക്കും. അപ്പോൾ ഷെൽട്ടർ ഹോമിലേക്ക് പോകുക എന്നുള്ളതാണ് ആ കുട്ടിയെ ഒട്ടും ഇഷ്ടപ്പെടാതിരുന്ന, ആശങ്കപ്പെടുത്തുന്ന കാര്യം. അപ്പോൾ ഈ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും എത്രത്തോളം സുരക്ഷിതത്വം നൽകുന്നു എന്നൊരു പ്രശ്നം അവിടെ നിൽക്കുകയാണ്. സ്മൃതി, അങ്ങേയറ്റം അമ്പരപ്പും നാണക്കേടും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത്. ഇതിപ്പോൾ ഇവിടെ വിസ്തരിച്ച് നേരത്തെ എല്ലാവരും പറഞ്ഞ മാതിരി എല്ലാവർക്കും ഇതിൽ കുറേശ്ശെ ഉത്തരവാദിത്വമുണ്ട്. ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ വ്യക്തിബന്ധങ്ങൾ വളരെ കുറഞ്ഞു വരികയാണ്. അധ്യാപക വിദ്യാർത്ഥി ബന്ധം, വീടിനകത്ത് ഭാര്യാഭർത്തൃ ബന്ധം, പിതൃപുത്ര ബന്ധം, അതുപോലെ സഹപ്രവർത്തകരുടെ ഇടയ്ക്കുള്ള ബന്ധം, അതെല്ലാം കുറഞ്ഞു വരികയാണ്. നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട തുരുത്തായിട്ട് അതിലൊരു പങ്ക് തീർച്ചയായിട്ടും മൊബൈൽ ഫോണിനുണ്ട്, വേറെ ഒരു പങ്ക് തീർച്ചയായിട്ടും ലഹരികൾക്കുണ്ട്, എല്ലാതരം ലഹരികളും. പിന്നെ ഇത്തരം ക്രൂരതകളൊക്കെ ആഘോഷമാക്കുന്ന നമ്മുടെ സിനിമകൾ, സീരിയലുകൾ, പിന്നെ നവമാധ്യമങ്ങളിലെ റീലുകൾ എല്ലാം എന്തൊക്കെ ക്രൂരതയാണ്. അപ്പോൾ ഈ ക്രൂരത, ഈ ചോര ഒരാൾ പെടഞ്ഞ് മരിക്കുന്നതോ കഷ്ടപ്പെടുന്നതോ കാണുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം, സാഡിസം എന്ന് പറയുമല്ലോ, ഈ തരത്തിൽ പല മട്ടിൽ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഓർക്കുന്നത്, ഞങ്ങളുടെ അടുത്ത് താമരശ്ശേരിയിൽ 2025 ഫെബ്രുവരിയിൽ നിന്നാണ് എൻ്റെ ഓർമ്മ, 3-4 10ാം തരത്തിൽ പഠിക്കുന്ന കുട്ടികൾ കൂടിയിട്ട് അവരൊരു കൂട്ടുകാരനെ കൊന്നു. ഷഹബാസ് എന്നാണ് അവൻ്റെ പേര്, ഞാൻ ഓർക്കുന്നത്. 2012 ഡൽഹിയിലുണ്ടായ നിർഭയ കേസ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അതിൽ ഏറ്റവും ക്രൂരമായി പെരുമാറിയത് അതിൽ 17 വയസ്സുകാരനാണ്. അങ്ങനെയാണ് 2015 പുതിയൊരു നിയമം വരുന്നത്. അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന ജുവനൈൽ എന്ന് പറയുമല്ലോ, കൗമാരക്കാർ, അവരുടെ ഇടയ്ക്ക് 16-നും 18-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളുടെ വിചാരണ മുതിർന്നവരുടേതുപോലെ ചെയ്യണം എന്നൊരു നിയമം വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇതിലേക്ക് എല്ലാവരും വരി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുടുംബത്തിലുണ്ടാവുന്ന ശൈഥില്യം, പിന്നെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധമില്ലായ്മ, അവിടെ ഇടയ്ക്കുണ്ടാവുന്ന കലഹം, പിന്നെ അധ്യാപകർക്ക് വലിയ റോളുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷേ അധ്യാപകർ ശാസിക്കുന്നതോ ശിക്ഷിക്കുന്നതോ ശകാരിക്കുന്നതോ ഒക്കെ വലിയ പ്രശ്നമാണെന്ന് വന്നാൽ അവർക്ക് നിസ്സഹായത ഉണ്ട് അവർക്ക്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതായത് തുറന്നു സംസാരിക്കുക. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ സാമാന്യമായി സുഹൃത്തുക്കൾ തമ്മിൽ തന്നെ തുറന്ന് സംസാരിക്കണമെങ്കിൽ ഒരു ലാർജ് ഇട്ടാലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ മനസ്സ് തുറക്കുക. അതാണിപ്പോൾ ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രശ്നപരിഹാരത്തിൻ്റെയും ഏറ്റവും വലിയ മാർഗം എന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ മനസ്സ് തുറന്ന് സംസാരിക്കലാണ്. ഇപ്പോൾ നമ്മൾ സൈക്കോളജിസ്റ്റ് അടുത്ത് ചെയ്യുന്നത് അതാണല്ലോ, അത് അങ്ങനെയാണെന്നാണ് മനഃശാസ്ത്രത്തെ പറ്റിയുള്ള എൻ്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് അച്ഛനോടോ അമ്മയോടോ പിന്നെ അയൽവക്ക ബന്ധങ്ങൾ വളരെ കഷ്ടമാണ്. കോഴിക്കോട് അതിഥി എന്നൊരു ചെറിയ കുട്ടിയെ അച്ഛനും ചെറിയമ്മയും കൂടി കൊന്നു. അതിന് വാർത്ത വരുമ്പോൾ എത്രയോ ദിവസമായിട്ട് ഈ കുട്ടിയുടെ കരച്ചിൽ അയൽക്കാർ കേൾക്കുന്നുണ്ട് എന്ന് അയൽക്കാർ പത്രക്കാരോടും പോലീസിനോടും പറയുന്നുണ്ട്. ഒരു അയൽക്കാർ അങ്ങോട്ട് കടന്നു നോക്കിയിട്ടില്ല എന്താണ് ഈ കുഞ്ഞിങ്ങനെ കരയുന്നത്. അത് കുഞ്ഞ് മരിച്ചു കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. ഇതുപോലെ ഇപ്പോൾ റോട്ടിൽ പരിക്ക് പറ്റിയ ഒരാൾ കിടക്കുന്നു, 10-20 മിനിറ്റ് ചോര പോയിട്ട് അതിൽ കടന്നു പോകുന്ന യാത്രക്കാരോ വാഹനങ്ങളോ നിർത്താതെ മരിക്കുന്നത് കേരളത്തിലൊരു സാധാരണ കാര്യമായിട്ടുണ്ട്, നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ. അപ്പം നമുക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധയില്ല. അപ്പോൾ നമ്മളെന്ത് അന്വേഷിക്കാനാണ്, നമുക്ക് നമ്മുടെ പണി നോക്കാം എന്ന തരത്തിൽ ഇങ്ങനെ ആളുകളൊക്കെ ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറുക. അത് കുട്ടികളിലേക്ക് കൂടി വരുന്നു, അവരിലത് അക്രമവാസനയായിട്ട് വരുന്നു. പൊതുവേ കേരളത്തിൽ അക്രമവാസന വളരുകയാണല്ലോ. മാത്രമല്ല സ്ത്രീകൾക്കിടയിൽ അക്രമവാസന വളരുന്നൊരു കണക്ക് വേറെ ഉണ്ട്. ഇപ്പോൾ ഞാൻ നോക്കിയൊരു കണക്കിൽ 2023 ഇന്ത്യയിൽ
ഇത്തരം ക്രിമിനൽ കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ 40,000-ത്തിലധികം പേര് കുട്ടികളാണ്. 40,000-ത്തിലധികം. ഒരു കൊല്ലത്തെ കണക്കാണ് ഈ പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ ഒരുപോലെ ഇപ്പോൾ കേരളം മുഴുവൻ ഒരു വലിയ നഗരമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഗ്രാമീണ അന്തരീക്ഷം എവിടെയാണ്, നഗരാന്തരീക്ഷം എവിടെയെന്ന് പറയാൻ പറ്റില്ല. പിന്നെ എല്ലാ അർത്ഥത്തിലും ഒരു നിസ്സഹായത, ഒറ്റപ്പെടൽ, പിന്നെ ഒന്നിനെപ്പറ്റി ഒരു ബഹുമാനമില്ല, ഭയമില്ല, ഒരു ലജ്ജയില്ല. ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന കുട്ടികളൊക്കെ യാതൊരു കൂസലും കൂടാതെയാണ് പിന്നെ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത്, പോലീസിനോട് സംസാരിക്കുന്നത്, കോടതി സംസാരിക്കുന്നത്. അതിനെന്താ എന്നുള്ള മട്ടില്ല. അവരെന്തെങ്കിലും ഒരു കുറ്റം ചെയ്തു, തെറ്റ് പറ്റിപ്പോയി, അബദ്ധമായിപ്പോയി, നിർഭാഗ്യമായിപ്പോയി എന്നൊരു തോന്നലില്ല. അത് ശിക്ഷിക്കപ്പെടുമ്പോഴും ജയിലിലേക്ക് പോകുമ്പോഴും ഒന്നും ഒരു കൂസലുമില്ല. മനസ്സിലാക്കാൻ പറ്റില്ല. മനസ്സാക്ഷി എന്നൊരു സാധനം ഉണ്ട് എന്ന് വിചാരിക്കാൻ പറ്റാത്ത തരത്തിൽ കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പം ഗാർഹിക പീഡനം എന്ന് പറയുന്നത് വളരെ വർദ്ധിച്ചിട്ടുണ്ട് കേരളത്തിൽ. നമ്മൾ പറയുമല്ലോ ഡൊമസ്റ്റിക് വയലൻസ്, ഭർത്താവ് ഭാര്യയെ, അച്ഛൻ അമ്മയെ, അല്ലെങ്കിൽ അമ്മായി അപ്പനെ ഒക്കെ. ഇപ്പോൾ പലപ്പോഴും കേസ് പുറത്തു വരാത്തത് ഇത് മകൻ എന്നെ തല്ലി എന്ന് ഒരച്ഛന് പോലീസിനോടോ അയൽക്കാരോടോ പറയാൻ കൊള്ളില്ല. കാരണം ആ മർദ്ദനം കൊണ്ടുണ്ടായ വേദനയേക്കാൾ വലുതാണ് അതുകൊണ്ട് ആ അവമാനം കൊണ്ടുണ്ടാവുന്ന മാനക്കേട്. അപ്പോൾ ആ മാനക്കേട് സഹിക്കുകയാണ് നല്ലത് എന്ന തരത്തിൽ നമ്മുടെ മുതിർന്ന ആളുകൾ പലരും പല വീടുകളിലും അവമാനിക്കപ്പെടുന്നുണ്ട്, അവഗണിക്കപ്പെടുന്നുണ്ട്, ചിലപ്പോൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ കോഴിക്കോട് ജില്ലയിലുണ്ടായ ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ സൂക്കടായി കിടക്കുന്ന അമ്മായിയപ്പനെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു വീട്ടമ്മ കൊട്ടേഷൻ കൊടുക്കുകയാണ് ഒരു ബംഗാളിക്ക്. അപ്പോൾ അയാൾ കൊന്നു കഴിഞ്ഞിട്ട് അവരേറ്റ പണം കൊടുക്കാത്തത് കൊണ്ട് അയാൾ ഈ വീട്ടമ്മയെ കൊല്ലുമ്പോഴാണ് പോലീസ് പിടിക്കുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ നേരത്തെ അമ്മായിയപ്പൻ മരിച്ചത് രണ്ടുപേരും കൂടി കൊന്നതാണ്, ഇയാൾക്ക് കൊട്ടേഷൻ കൊടുത്തിരുന്നത്. അപ്പോൾ ഭർത്താവിനെ കൊല്ലാൻ ഭാര്യ, ഭാര്യയെ കൊല്ലാൻ ഭർത്താവ്, പിന്നെ കാമുകിന് വിഷം കൊടുക്കുക. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാഷ്ട്രീയത്തിലൊക്കെ ഈ അക്രമവാസന വളരെ വർദ്ധിക്കുന്നു. അക്രമം, ഹിംസ എന്നുള്ളത് ഒരു ശക്തിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രാപ്തിയുടെ, നമ്മുടെ പ്രശ്ന പരിഹാരത്തിൻ്റെ ഒരു മാർഗമാണ് എന്ന തരത്തിൽ സിനിമകൾക്ക് വലിയ പങ്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ പോലീസിനെ തോൽപ്പിക്കുക, ഇപ്പോൾ ദൃശ്യം എന്നുള്ള സിനിമയിൽ കാണുന്ന എന്താ, പോലീസിനെ വെട്ടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിലുള്ള ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനം ഇതിന് വളരെ കൂടുതലാണ്. പിന്നെ എന്നോട് പറഞ്ഞല്ലോ, ഞാൻ അധ്യാപകനാണ്. അധ്യാപകർക്ക് തീർച്ചയായിട്ടും ഇതിൽ വലിയ പങ്കുണ്ട്. അവരെ ഉപദേശിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യേണ്ട പണി രക്ഷകർത്താക്കളെ പോലെ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ അധ്യാപകർക്കാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.